എന്നാലും നമ്മൾ എങ്ങനെയാ തോറ്റത്? എല്ലാരും പറയുന്നത് സ്ഥാനാർത്ഥിയുടെ ആണെന്നാ. ഇത്ര നാൾ ഒരുമിച്ച് നടന്നിട്ട് തോറ്റു കഴിഞ്ഞാൽ ഒറ്റയ്ക്കാക്കുന്ന. പിന്നെ അല്ലാണ്ട് നിന്നോടാരാ ചിഹ്നം മാറ്റാൻ പറഞ്ഞേ? അത് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെന്ന് വെച്ച്. ഇന്നും പറഞ്ഞ ആരെങ്കിലും പോയി കുടവരിടൂ. അത് ഞാൻ ജനങ്ങളിലേക്ക് വയറിലൂടെ ഇറങ്ങിച്ചില്ല നോക്കി. അവസാനം വയറ് കുറച്ച് കിട്ടിയല്ലേ? 3-6 വോട്ട്. അതിനകത്ത് 2 ഞങ്ങളുടെ കള്ള വോട്ട്. അതിൽ 4 വോട്ട് നമ്മുടെ, ഒരെണ്ണ ഇവന്റെ. അപ്പൊ മറ്റേതാരുടെ? അത് അമ്മയുടെ ആയിരിക്കും. അച്ഛനും വോട്ട് ചെയ്തില്ലേ? അച്ഛൻ എന്നെ പണ്ടേ പ്രതീക്ഷയില്ലടാ. ജനങ്ങൾക്കും പ്രതീക്ഷയില്ല, അതുകൊണ്ടല്ലേ തോറ്റത്. നീ എന്തിനാ കവലെ പോയി പറഞ്ഞത് പവർ കട്ട് നിർബന്ധമാക്കുന്നു? തെരുവെളിച്ചത്തിരുന്ന് പഠിച്ചാലേ വലിയ ആൾക്കാരാവൂ. ഒരൊറ്റ അടി വെച്ചെന്നുണ്ടല്ലേ? നീ ഇന്നലെ വരെ എന്നെ നേതാവെന്ന് വിളിച്ച. ജേതാവൊന്നും ആയില്ലല്ലേ? അപ്പൊ അതൊക്കെ മതി. അല്ല, ജയിക്കുമ്പോ തിന്നാ വെച്ച ലഡു എന്തോ ചെയ്യും? ലഡു അല്ലേ, തോറ്റാലും കഴിക്കാലോ. പാർട്ടി സെക്രട്ടറി എന്ത് വേണം? എട്. ഹലോ, എന്തിയടാ തോൽവി അവിടെ ഇല്ലേ? ഇവിടെ ഉണ്ട്. നിനക്ക് ഹലോ. എന്തുവാടാ? തോറ്റു. സ്വാഭാവികം. നീ കുറച്ചാളത്തേക്ക് അവിടുന്ന് മാറിയില്ല. ഞാൻ പോവില്ല. ആ വൈഷ്ണവിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞേപ്പില്ല, അവനെ ഉള്ളൊരു കഴിവ്. അയ്യോ, അവന്റെ വീട്ടുകാർക്ക് പറ്റിയൊരു പിഴവാ. എന്തായാലും നീ ഇനി അവിടെ നിക്കണ്ട. അവിടെ എന്താ ഒരു ശബ്ദം? ഇവിടെ കസരക്കുള്ള അടിയടക്കം, ഞാൻ പിന്നെ വിളിക്കാം. തോറ്റില്ലേ, പൊക്കൂടെ. പോടാ അവിടുന്ന്. എടാ നിനക്ക് കിട്ടി ഒരു ഓട്ടം എന്റെയാടാ. നന്ദി വേണം, നന്ദി. അപ്പൊ അമ്മയെ വോട്ട് ചെയ്തില്ലേ? ഇവന്റെ ഇവിടെ ശ്മശാനത്തിലെത്തല്ലേ? അതെ. ഇവനൊക്കെ എങ്ങനെയാണ് തുറക്കുന്നത്? കണ്ണടച്ച്. തോറ്റെങ്കിലും കൊണയടിക്കുന്ന പറയല്ലോ അവന്റെ ഒരു തമാശ.